സോ നമ്മുടെ സീസൺ 4 ഡോക്ടർ റോബിന്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. എത്തിയോ ശത്രുക്കളുടെ എണ്ണം കൂടി വരികയാണ്. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. കാറിന്റെ അകത്താണ്. ഇതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. സംശയമുണ്ടോ? കാറിന്റെ അകത്താണ്. സീക്രട്ട് ഏജന്റ് ഒന്നും അല്ല കേട്ടോ. എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കണം, ഇത് കണ്ടിട്ട് കുടിച്ചാൽ മതി. സോ നമ്മുടെ സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ ബിഗ് ബോസിന്റെ അകത്ത് വൈൽഡ് കാർഡായിട്ട് പോയതായിട്ട് അറിഞ്ഞു. എന്താ എന്റെ ഉദ്ദേശം? അങ്ങനെയൊന്നുമില്ല, ടൈം പാസ്. നന്നായി കളിക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞു. അതിഗംഭീരമായിട്ട് കളിക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞു. നീ അങ്ങനെ സുഖിപ്പിച്ച് പുകഴ്ത്തി എന്നെ സോപ്പിടൊന്നും വേണ്ട. ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് പുള്ളിക്കാരന്റെ വളരെ അതിഗംഭീരമായ ഗെയിംസ് എല്ലാം നമുക്ക് കാണാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ഒരു 3 വർഷം ബിഗ് ബോസ് ഈ ഒരു വണ്ടിക്കകത്ത് പുള്ളിക്കാരന്റെ വണ്ടിക്കകത്ത് ഇരുന്ന് ഓരോരുത്തരെയും ക്രിട്ടിസൈസ് ചെയ്ത് 100% ഞാൻ യോജിക്കുന്നു. എന്നെയൊക്കെ നല്ലതായിട്ട് വലിച്ചു കീറിയിട്ടുണ്ട്. നന്നായിട്ട് അരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എന്നാ എനിക്കത് ഓർമ്മയില്ല. അപ്പം ഞാനും അരിയണ്ണനെ വെച്ച് കുറച്ച് അരി ഉണ്ടാക്കിക്കോട്ടെ കേട്ടോ. അല്ല എന്തെങ്ങനെയൊക്കെ പറയണേ? പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? ചുമ്മാ ജസ്റ്റ് ഫണ്ടിന് വേണ്ടി എടുക്കുന്ന ഒരു വീഡിയോ ആണ്. വെറുതെ ഇരുന്നപ്പോ തോന്നിയതാണ്. നീ പകപോക്കാണല്ലേടാ. ഓക്കെ, ഇതിനി ആരും ഇനി സീരിയസ് ആയിട്ടൊന്നും കൺസിഡർ ചെയ്യണ്ട. ചുമ്മാ ഒരു വീഡിയോ എടുത്തതാണ്. സാർ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ പണയണം? പക്ഷെ അരിയണ്ണ വണ്ടിക്കകത്തിരുന്ന് എന്തെങ്കിലും വളകളാന്ന് പറയുന്ന കണക്കല്ല ഫീൽഡിൽ ഇറങ്ങി കളിക്കുന്നത് കേട്ടാ. ശിശുപാലൻ ചേട്ടൻ എനിക്കൊരു സോഡ വാങ്ങിച്ചോണ്ടോ. ഉപ്പിടണം കുറച്ച്. റോബിൻ ഒരു കിഡിലൻ പ്ലെയർ ആണ്. ഇവൻ അത് സായി പോലും സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. സായിക്കും അതറിയാം. എന്നെ സമ്മതിക്കണം. പിന്നെ റോബിന് ഇങ്ങനെ ഒരു വീഡിയോ ഇടാനുള്ള എല്ലാ റൈറ്റും ഉണ്ട്. കാരണം റോബിനെ വിമർശിച്ചിട്ടുള്ള ആൾക്കാർ ബിഗ് ബോസിനകത്ത് പോകുമ്പോൾ ആ ഒരു എക്സ്പെക്ടേഷൻ ലെവലിലുള്ള ഗെയിം വരാതിരിക്കുമ്പോൾ തീർച്ചയായിട്ടും റോബിന് ഇത് പറയാം. വേറെന്തൊക്കെയോ പറഞ്ഞിരുന്നല്ലോ, എന്തായിരുന്നു? സാറ് വലിയ ബുദ്ധിമാനാന്നും പറഞ്ഞു. പെർഫെക്റ്റ് ടൈമാണിത്. പക്ഷെ ഞാനിപ്പോഴും വിചാരിക്കുന്ന സായി ഒരു നല്ല ഗെയിം ബിഗ് ബോസിനകത്ത് കൊണ്ടുവരുമെന്നാണ്. നമുക്ക് നോക്കാം. അതൊക്കെ ഇരിക്കത്തേ ഉള്ളൂ. സോറി മാനേജർ, ഗുഡ് ബൈ. സാർ ജീവിച്ചിരുന്നാ നമുക്ക് വീണ്ടും കാണാം.